ഏറ്റവും മികച്ച സീക്വൽ ഏതെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട, 2001 റിലീസ് ചെയ്ത രാവണപ്രഭു തന്നെയാണ്. എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ദീപാസുര സിനിമയുടെ യഥാർത്ഥ തുടർച്ചയാണ് രാവണപ്രഭു. കാലം, അഭിമാനം, ബന്ധങ്ങൾ എന്നിവ മനുഷ്യരിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഏറ്റവും ഫ്രീ ആയി അവതരിപ്പിച്ച ഒരു സിനിമ. പിന്നെ എടുത്തു പറയേണ്ടത് ലാലേട്ടന്റെ ഇരട്ട വേഷം. മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും തികച്ചും വ്യത്യസ്തമാർന്ന രണ്ട് കഥാപാത്രങ്ങൾ. പിന്നെ രഞ്ജിത്ത് എന്ന സംവിധായകന്റെ അരങ്ങേറ്റം. ദീപാസുര സിനിമയുടെ സെയിം ഫോർമുല അനുകരിക്കാതെ ഒരുപടി മേലെ ഇമോഷണൽ എക്സ്പീരിയൻസ് തരുന്ന ഐക്കോണിക് ഡയലോഗ്സ് ഉള്ള ഒരു സിനിമ. പഴയകാല ഈണങ്ങളും മോഡേൺ ഓർക്കസ്ട്രേഷനും മിക്സ് ചെയ്തുകൊണ്ടുള്ള സംഗീതം സുരേഷ് പീറ്റേഴ്സും പശ്ചാത്തല സംഗീതം സി രാജമണിയുമാണ്. കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണെങ്കിലും ഇതിനൊരു സോൾ ഉണ്ട്, കഥാപാത്രങ്ങൾക്കൊരു ഡെപ്ത് ഉണ്ട്. ശരിക്കും മാസ് ക്ലാസ് ബാലൻസ് എന്ന് തന്നെ പറയാം. 24 വർഷം കഴിഞ്ഞിട്ടും ഡയലോഗുകൾ, സീനുകൾ, കഥാപാത്രങ്ങൾ ഇവയെല്ലാം ഐക്കോണിക് തന്നെയാണ്. ഈ വർഷം 4K റിലീസ് ചെയ്തപ്പോഴുള്ള ജനപ്രതികരണം രാവണപ്രഭുവിന് ഈ കാലത്തും പ്രേക്ഷകരുണ്ടെന്നുള്ളതിന് തെളിവാണ്.